ചേച്ചി ഈ DHRMൻ്റെ രൂപീകരണവും ചേച്ചിയുടെ അതിലേക്കുള്ള വരവിനെ കുറിച്ചൊന്ന് പറഞ്ഞു. എൻ്റെ പേര് സെലീന പക്കാൻ എന്നാണ്. ഞാൻ DHRMൽ ചേർന്നത് 2010 അപ്പോൾ അതിൻ്റെ മുമ്പ് ചെങ്ങറ ഭൂസമരത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട്, സ്വാധീന വിമോചന സംയുക്ത വേദിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇതിനു മുമ്പ് ഇരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് 2019 ഞാൻ DHRMലേക്ക് വന്നത്. അപ്പോൾ ചെങ്ങറ എന്ന് പറയുന്ന ഒരു ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നു കുറേ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സംഘടന മാത്രമായിരുന്നു. എന്നാൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ദളിത് സമൂഹത്തെ ഏകീകരിച്ചുകൊണ്ട് ഒരു അധികാര രാഷ്ട്രീയ സംവിധാനത്തിലേക്കോ അതല്ലെങ്കിൽ അവരെ സമൂഹത്തിന് മുമ്പിലേക്ക് മാറ്റപ്പെടുന്നതിനായിട്ടോ യാതൊരു വിധത്തിലുള്ള ആശയങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ അവിടെ ആദ്യമായിട്ട് അവിടെ വരുമ്പോൾ നമ്മൾ കേൾക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദരിദ്രരായിട്ടുള്ളവർ, ഭൂരഹിതരായിട്ടുള്ളവരാണ് കേരളത്തിൽ ഇന്ന് നമുക്ക് കാണപ്പെടാൻ പറ്റുന്നത്. അപ്പോൾ അടുക്കള പൊളിച്ച് ശവമറവ് ചെയ്യുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 3 സെൻറ്റിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്നത്, പാറപ്പുറങ്ങളിൽ കിടക്കുന്നത്, റോഡ് തോട് പുറംപോക്കിൽ കിടക്കുന്നവരായിട്ടുള്ളത്. അപ്പോൾ ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ജനസമൂഹത്തെ ഒരു അധികാര രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് എത്തിക്കാം എന്നൊരു ആശയമായിരുന്നു ഫസ്റ്റ് അവിടെ വന്നു. പക്ഷേ അത് ഓരോ വർഷം കഴിയുന്തോറും ആ ഒരു കാഴ്ചപ്പാടിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് ഒരു സമരത്തിന് വേണ്ടി മാത്രം നിൽക്കുകയും ഇവിടെ പോയി സെക്രട്ടേറിയറ്റ് പഠിക്കലും അതുപോലെ കളക്ടറേറ്റിൽ പഠിക്കലും സിവിൽ സ്റ്റേഷൻ പഠിക്കലൊക്കെ പോയി നിന്നുകൊണ്ട് സമരം വിളിക്കുന്ന ഒരു ജനതയായിട്ട് പിൽക്കാലത്ത് മാറ്റപ്പെട്ടു. പിന്നെ അതിനു മുമ്പ് നമുക്കറിയാം മുത്തങ്ങ സമരം എടുത്തു നോക്കുമ്പോഴും ഇപ്പം ഒരു രക്തരൂഷിതമായിട്ടുള്ള സമരമാണ് നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ ഈ ഭൂസമരങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതുവരെ ഒരു സമരങ്ങളും പൂർണ്ണമായിട്ട് വിജയിച്ച തരത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ മുമ്പിലാണ് സമരം കിടക്കുന്നത്. പക്ഷേ ആ ഗവൺമെൻറ്റുകൾ നമ്മളൊരു ഡിമാൻഡ് വെക്കുന്നു, അവർ അത് അംഗീകരിക്കുന്നു, അവസാനം പാക്കേജ് വരെ അവതരിപ്പിക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് ഗവൺമെൻറ് വന്നു. പക്ഷേ അത് ഒരിക്കലും ഈ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല. അതും 50 സെൻറ്റ്, 1 ഏക്കർ, 25 സെൻറ്റ് എന്നീ രീതിയിലാണ്. പക്ഷേ അതിൽ നിന്നുകൊണ്ട് ഈ ജനസമൂഹത്തിന് മാറ്റം ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി. ഇപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് DHRMനെ കുറിച്ച് ആദ്യമേ ഞാൻ മനസ്സിലാക്കുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ്. അതിൻ്റെ ആ നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടുകയും അത് വായിക്കുകയും ചെയ്തപ്പോൾ അതിൽ വ്യക്തമായിട്ട് ദളിതൻ്റെ മാറ്റത്തെക്കുറിച്ച് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടാകും നോട്ടീസ്. അപ്പോൾ അതോടുകൂടിയാണ് എനിക്ക് DHRM അറിയണമെന്നുള്ള ഒരു താല്പര്യം തോന്നി തുടങ്ങി. പിന്നീട് അത് അറിയാൻ ശ്രമിക്കുകയും ചെയ്തു. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു സാംസ്കാരിക അടിത്തറയിൽ നിന്നുകൊണ്ട് ദളിത് സമൂഹത്തിൻ്റെ മോചനത്തിന് വേണ്ടുന്ന സർവ്വതും ജനാധിപത്യത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് DHRMലേക്ക് വന്നത്. ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിജീവികളാണെങ്കിലും എഴുത്തുകാരൊക്കെ തന്നെ ഇവിടെ സമരത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ സമരം നടത്തിക്കൊണ്ടിരുന്ന CPM പോലും നിരന്തരമായിട്ട് സമരങ്ങളിലൂടെയാണ്. അപ്പോൾ അവസാനം നമുക്ക് കാണാൻ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഉപരോധം പോലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഈ സമരത്തിന് ഏറ്റവും കൂടുതൽ ജനതയെ ഇവർ ശേഖരിക്കുന്നത് ദളിത് സമൂഹത്തിൽ നിന്നുകൊണ്ട്, കോളനികളിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ ചന്തകളിൽ കാളകളെ വിൽക്കുന്നത് പോലെ വലിയ വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് അതിൽ കുത്തി നിറച്ചുകൊണ്ടാണ് അവരുടെ പരിപാടികൾക്ക് കൊണ്ടെത്തിക്കുകയും അവിടെ ഒരിക്കലും അവർ പറയുന്ന വിഷയം എന്താണെന്ന്, ആ പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്ന വിഷയം എന്താണെന്ന് അറിയത്തില്ല, മറിച്ച് ആ പ്രസംഗങ്ങളുടെ ആവേശം അനുസരിച്ചുകൊണ്ടല്ല, ആ സംഭാഷണത്തിൻ്റെ വേരിയേഷൻ അനുസരിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ട് പോകുന്ന ദളിത് സമൂഹത്തെയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് കാലാകാലങ്ങളിലായിട്ട് കൊടിപിടിക്കൽ സമരമായിട്ട് മാത്രം നമുക്കതിനെ കാണാൻ പറ്റും. ഒരിക്കലും ഒരു കൊടിപിടിക്കൽ സമരം എന്ന് പറയുന്ന ഒരു വിജയത്തിൽ എന്താണോ അവകാശം അല്ലെങ്കിൽ ആവശ്യം, ആ അവകാശം സാധിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടില്ല. മറിച്ച് അവർ മുദ്രാവാക്യം വിളിക്കുന്നത് ഒന്നാണ്, പക്ഷേ കയറി ചർച്ച ചെയ്യുമ്പോൾ നേതാക്കന്മാർ പറയുന്നത് മറ്റൊന്നാണ്, ഗവൺമെൻറ് അംഗീകരിക്കുന്നത് വേറൊന്നാണ്. അപ്പോൾ ഇതെന്താണ് നടക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും ഈ ചെല്ലുന്ന അണികളിലേക്ക്, സാധാരണക്കാരിലേക്ക് എത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൊടിപിടിക്കൽ സമരം ഇതുവരെ വിജയിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്കറിയാം, ഇവിടെ സമര രാഷ്ട്രീയത്തിൽ തന്നെ സന്നദ്ധ സമരമുണ്ട്. ഇപ്പോൾ DHRM ഏറ്റെടുത്തിരിക്കുന്ന DHRM ചെയ്യുന്നതൊരു സന്നദ്ധ സമര രാഷ്ട്രീയമാണ്, അല്ലാതെ ഒരിക്കലും കൊടിപിടിക്കുക സമര രാഷ്ട്രീയമല്ല. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പോരായ്മകൾ സ്വയം പര്യാപ്തമായി മാറ്റിയെടുക്കുക എന്നുള്ളത്, അത് നേടിയെടുക്കുക എന്നുള്ളത്. ഇതിപ്പോൾ അയ്യൻകാളി യജമാനം ചെയ്തിട്ടുള്ള സമരമെന്ന് പറയുന്നത് സന്നദ്ധ സമരമാണ്. ഒരിക്കലും അദ്ദേഹം തലപ്പാവ് ധരിക്കാൻ വേണ്ടി ഒരു അന്നത്തെ ഭരണകർത്താക്കളുടെ മുമ്പിലും ചെന്ന്, അല്ലെ മേലാളന്മാരെന്ന് പറയുന്നവരുടെ മുമ്പിൽ ചെന്ന് സമരം കിടന്നതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല. അപ്പം മാറുമറയ്ക്കാൻ അന്നത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും അവകാശമില്ലായിരുന്ന കാലഘട്ടത്ത് അദ്ദേഹം സ്വന്തം ഭൂമി വിറ്റ് റൗക്ക് തയ്പ്പിച്ച് കൊടുത്തുകൊണ്ട് നഗ്നത
മറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് തുണി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി സമരം ചെയ്തു, പക്ഷേ ഒരിക്കലും ഒരു യാചിക്കുന്ന രീതിയിലേക്കായി മാറിയിട്ടില്ല. മറിച്ച് കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചുകൊണ്ട് തന്നെ അവിടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അതൊരു സന്നദ്ധമായിട്ടുള്ളത് ഒരു അവകാശ സമര പോരാട്ടമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ തികച്ചും ആ അയ്യൻകാളി യജമാനൻ്റെ ആ ഒരു സമരമാണ് DHR പിന്തുടരുന്നത്. ഇപ്പം മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ, ഇപ്പം മുത്തങ്ങ സമരമാണെങ്കിൽ പോലും അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് UDF ഗവൺമെൻറ്റാണ്. ആ UDF ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവിടെ രക്തരൂഷിതമായിട്ടുള്ള സമരം നടന്നുവെങ്കിൽ അന്നത്തെ LDF രാഷ്ട്രീയ പ്രസ്ഥാനം പിന്നീട് അധികാരത്തിൽ വന്നു. പക്ഷേ അധികാരത്തിൽ വരാൻ മുഖ്യമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഓരോ കോളനികളിലും ഈ സമരത്തിൻ്റെ മുത്തങ്ങ സമരത്തിൻ്റെ CD കാണിച്ചുകൊണ്ടാണ്. ഞാനും കണ്ട വ്യക്തിയാണ്. അപ്പോൾ പിന്നീട് വന്നതാണ് LDF ഗവൺമെൻറ്. പക്ഷേ LDF ഗവൺമെൻറ് ഭരണത്തിലിരിക്കുമ്പോഴാണ് ഇവിടെ ചെങ്ങറ സമരം നടക്കുന്നത്. പക്ഷേ അവിടെ അവർ ചെയ്തത്, LDF ഗവൺമെൻറ് ചെയ്തത്, അവിടെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു, മരുന്ന് നിഷേധിച്ചുകൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്നു, ആഹാരം നിഷേധിച്ചുകൊണ്ട് ഉപരോധം സൃഷ്ടിച്ചുകൊണ്ട് ആഹാരവും മരുന്നും ദാഹജലവും നിഷേധിച്ചുകൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അതും കബളിപ്പിക്കപ്പെട്ട ഒരു രീതിയിലേക്ക് ആ ജനസമൂഹത്തെ മാറ്റി എന്നുള്ളതാണ്. ഇവിടെ സമരം ചെയ്ത ആരുടെ മുമ്പിലാണ്? ഭരണകർത്താക്കളുടെ മുമ്പിലാണ്, അല്ല ഗവൺമെൻറ്റിൻ്റെ മുമ്പിലാണ് സമരം ചെയ്യുന്നത്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഓരോ പാർട്ടികളിലും മാറി മാറി വന്നുവെങ്കിൽ അവർ അധികാരത്തിലേക്ക് വന്നു, അല്ല ഭൂമിക്ക് വേണ്ടി വരുന്നുവെങ്കിൽ ആ ഗവൺമെൻറ്റിന് മുമ്പിലാണ് സമരം കിടന്നത്. പക്ഷേ ഗവൺമെൻറ് ഇതിനൊന്നും തന്നെ ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണിച്ചിട്ടില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീണ്ടും ഇത് തുടർന്ന് ഇപ്പോൾ അരിപ്പ സമരം വരെ വന്നെത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം മുത്തങ്ങ സമരം വിജയിച്ചുവെങ്കിൽ ഒരിക്കലും ചെങ്ങറ സമരത്തിൻ്റെ ആവശ്യം വരില്ല. ചെങ്ങറ സമരം വിജയിച്ചുവെങ്കിൽ ഒരിക്കലും ഇപ്പോൾ അരിപ്പ സമരം രൂപപ്പെടത്തില്ല. ഇപ്പോൾ അരിപ്പയിൽ നിന്നും ഇനി അടുത്തൊരു സമരം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വന്നെത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏക പ്രതിവിധി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് മുമ്പിലാണ് നമ്മൾ യാചിക്കുന്നുവെങ്കിൽ ആ ഗവൺമെൻറ്റായി മാറ്റപ്പെടാൻ, നിയമം നിർമ്മിക്കുന്ന സമൂഹമായിട്ട് മാറ്റപ്പെടാൻ ദളിതരെ പ്രാപ്തമാക്കി മാറ്റുക എന്നുള്ളതാണ് DHR മെയിനായിട്ട് മുൻപോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി എന്തെല്ലാമാണ് ഈ പൊതുസമൂഹത്തിന് നൽകാൻ പറ്റുന്നത്? അപ്പോൾ അതിൻ്റെ ഇപ്പോൾ സാമൂഹ്യ അധികാര രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ദളിത് സമൂഹത്തെ മാറ്റിയെടുക്കുക, അതിലൂടെ തന്നെ ഒരു രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് ഒരു സാംസ്കാരിക അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ ഇവിടെ ഈ ഒരു തരത്തിലേക്ക് ദളിത് സമൂഹത്തെ മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഒരു ബുദ്ധിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആ ഒരു സാംസ്കാരിക അടിത്തറ കെട്ടിപ്പടുക്കാൻ DHRന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ്, ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് DHRമിലേക്ക് ഞാൻ കടന്നു വന്നതും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് DHRമിൻ്റെ ചെയർപേഴ്സൺ എന്ന സ്ഥാനത്താണ്. ഓണം സ്റ്റാൻഡ് ഒരു സ്ത്രീ എന്ന നിലയിൽ DHRമിനെ നോക്കി കാണുന്നു. അതായത് DHRമിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു അനുഭവവും DHRമിലേക്ക് വന്നതിനുള്ള അനുഭവങ്ങളും. ഇപ്പോൾ പൊതുസമൂഹത്തെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ രണ്ട് തരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. പുരുഷ മേധാവിത്വം എവിടെ നോക്കിയാലും കാണാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു കുടുംബത്തിൽ തന്നെ തുടങ്ങുന്നു, കൊച്ചു കുട്ടികളിൽ തന്നെ തുടങ്ങുന്നു. ഇപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും, പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഒരിതുണ്ട്, നീ പെൺകുട്ടിയാണ്, അതുകൊണ്ട് നീ വളർന്നു വന്ന് മറ്റൊരു വീട്ടിൽ പോകേണ്ടവളാണ്, അതുകൊണ്ട് നീ കഴിച്ച പാത്രം കഴുകി വെക്കണമെന്ന് പറയും. പക്ഷേ ആൺകുട്ടികൾ അത് പറയുന്നില്ല. അത് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ തന്നെ പറയും പാത്രം വെച്ചിട്ട് നീ എഴുന്നേറ്റ് പോകാൻ, മാതാപിതാക്കളിൽ നിന്ന് തന്നെ കേൾക്കുന്ന ഒരു സംഭാഷണമാണ്. അപ്പോൾ അവിടെ തുടങ്ങുകയാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വേറുകൃത്യം, അല്ലെങ്കിൽ ആ പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് അവിടെ ആ ഒരു വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇത് പിന്നീട് പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോഴും അവളാണ് പറയുന്നത്, അല്ലെങ്കിൽ അവൻ അത് പറഞ്ഞത് കൊണ്ട് അത് ശരിയാണ്, അവൾ അത് പറഞ്ഞത് കൊണ്ട് അത് ശരിയല്ല എന്ന രീതിയിലേക്കാണ് ഓരോ ഘട്ടം വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് പൊതുസമൂഹത്തിൽ നോക്കുമ്പോൾ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പോഴിവിടെ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട്, ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് 50% സംവരണം ഇപ്പോൾ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് 50% സംവരണം വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്, സ്ത്രീകൾക്ക് 50% സംവരണമാണെന്നുണ്ടെങ്കിൽ അവിടെ 50% അടിമത്തം കൂടെ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷെ അതല്ല നമ്മൾ പറയുന്നത് 100% സ്ത്രീക്കും പുരുഷനും തുല്യത. ഇവിടെ DHRം ഒരിക്കലും ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല, ലിംഗാടിസ്ഥാനത്തിലല്ല, മറിച്ച് അവർ സമൂഹത്തിന് വേണ്ടി അവർക്ക് നൽകാൻ കഴിയുന്ന കഴിവെന്താണോ, അവർക്ക് നൽകാൻ കഴിയുന്ന അറിവെന്താണോ, ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പൊതുസമൂഹത്തിൽ സ്ത്രീക്കും പുരുഷൻ്റെയും പങ്കാളിത്തം എന്ന് പറയുന്നത്. അതിൻ്റെ മെയിനായിട്ട് ഇവിടെ ഈ ഒരു പ്രപഞ്ചത്തെ പോലെ നിലനിർത്തുന്നത്, അല്ലെ അടുത്ത വംശത്തെ പോലെ എല്ലാ ജീവജാലങ്ങളുടെയും, ഇപ്പം മൃഗങ്ങളെ നമ്മൾ നോക്കുക, പക്ഷികളെ നമ്മൾ നോക്കുക, ഇവിടെ എല്ലാം തന്നെ ആണും പെണ്ണും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അവിടെ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തമാണ്. ഇപ്പോൾ സ്ത്രീകൾ കുറേ മേധാവികളായി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും അടുത്ത തലമുറ ഉണ്ടാകുന്നില്ല, പുരുഷന്മാർ മാത്രമായതുകൊണ്ട് ഒരിക്കലും
അടുത്ത തലമുറ ഉണ്ടാവില്ല. മറിച്ച് സ്ത്രീയും പുരുഷനും ഒന്നിച്ചെങ്കിൽ മാത്രമേ അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ സ്ത്രീ പുരുഷൻ്റെയും തുല്യ പങ്കാളിത്തമാണ്. എന്നാൽ ഇവിടെ ദളിത് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് കുടുംബത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു രീതി. പക്ഷേ ഇവിടെ ദളിത് സംസ്കാരം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരിക്കലും അവിടെ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണനയോ അല്ലെ പുരുഷന് കുറവ് പരിഗണനയോ അതല്ലെങ്കിൽ പുരുഷന് കൂടുതൽ പരിഗണനയോ സ്ത്രീകൾക്ക് കുറവ് പരിഗണനയോ അവിടെ കാണാൻ പറ്റുന്നില്ല. ദലിത് ഫെമിനിസം എന്ന് പറയുന്നതാണ് ദലിത് സ്ത്രീവാദം. അത് നിങ്ങൾ പറഞ്ഞ ഈ സ്ത്രീവാദത്തിൽ നിന്ന് കോമൺ സ്ത്രീവാദികൾ എല്ലാവരും ഇങ്ങനെ തന്നെ പറയുന്നത്. അതിന് ഈ ദലിത് സ്ത്രീവാദം എങ്ങനെയാണ് വ്യത്യസ്തമാണ്? എന്താണ് ഈ സവർണ സ്ത്രീകളും? അതിന്റെ കാരണമുണ്ട്. ഇവിടെ ദളിത് സമൂഹത്തിന്റെ ഇടയിൽ അതാണ് പറഞ്ഞു വരുന്നത്. ദളിത് സമൂഹത്തിന്റെ ഇടയിൽ ഒരിക്കലും അവരുടെ സംസ്കാരം ദളിത് സംസ്കാരം നോക്കുമ്പോൾ ഒരിക്കലും ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസം വരുന്നില്ല. ഇവിടെ ആര്യന്മാർ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു സംസ്കാരം നിലനിന്നു. ഇപ്പോൾ സൈന്ധവ സംസ്കാരം നമ്മൾ നോക്കുമ്പോൾ അവിടെ സ്ത്രീകൾ തന്നെ ഭരണാധികാരികളായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സ്ത്രീകൾ തന്നെ പ്രീസ്റ്റുകളായി ഇരുന്നതും നമുക്ക് പഠിക്കാൻ പറ്റും. അവിടെ സ്ത്രീക്കും പുരുഷനും അറിവിൻ്റെ തലത്തിൽ അവർ സമൂഹത്തിന് മുമ്പിൽ അറിവിൻ്റെ തലത്തിൽ നയിക്കപ്പെടുന്നതിൻ്റെ തലത്തിൽ അവർ തുല്യമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം ഇവിടെ അടിമത്ത കാലഘട്ടം ആര്യന്മാർ വന്നതിന് ശേഷം അടിമത്ത കാലം നമ്മൾ നോക്കുമ്പോഴും അവിടെയും അടിമത്തത്തിലും സ്ത്രീക്കും പുരുഷനും വ്യത്യാസം കാണാൻ പറ്റുന്നില്ല. കാരണം അടിമപ്പണി ചെയ്തതും അവർ ഒരുമിച്ചാണ്. അപ്പം പീഡനം നേരിടുന്നതും അവർ തുല്യമായിട്ടാണെന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം ജനാധിപത്യം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സ്ത്രീക്കും പുരുഷനും അല്ലെങ്കിൽ തുല്യത ആണെന്ന് പറയുമ്പോഴും ഇവിടേക്ക് കടന്നു വന്നത് ആര്യൻ്റെ സംസ്കാരം, ഇവിടുത്തെ പുറത്തു നിൽക്കുന്ന ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ നമുക്കൊരു ഹിന്ദുവിൻ്റെ സംസ്കാരത്തെ എടുത്തു നോക്കുക. അവിടെ സ്ത്രീകൾക്ക് ഒരിക്കലും അടുക്കളയിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള അവകാശം ഇല്ലായിരുന്നുള്ളതാണ്. ഇപ്പം മുസ്ലിംസിൻ്റെ എടുത്തു നോക്കുമ്പോൾ നമുക്കതാണ് കാണാൻ പറ്റുന്നത്. സ്ത്രീകൾക്ക് ഒരിക്കലും അടുക്കളയിൽ നിന്നും പുറത്തേക്ക് സ്വതന്ത്രമാകാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് മതത്തിൽ അവരുടെ സംസ്കാരത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് സ്ത്രീകൾ എപ്പോഴും ഒതുങ്ങിക്കൂടേണ്ടവൾ മാത്രമാണ്, അവൾ പ്രസവിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവളാണ്, അല്ലെങ്കിൽ അവൾക്ക് ശാരീരികമായിട്ട് പുരുഷനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു ഉപകരണമായിട്ട് മാത്രം നിലനിൽക്കുന്നവളാണ് എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റുള്ള എല്ലാ സംസ്കാരങ്ങളിലും പറയുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ദലിത് സംസ്കാരം പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ പദവിയാണെന്നുള്ളത് പറയുന്നത്. പക്ഷെ ഇവിടെ ജനാധിപത്യത്തിൽ മറ്റുള്ള ആൾക്കാരുടെ സമൂഹത്തിന്റെ ഇടപെടലുകളാണ് ഈ കുടുംബങ്ങളിലേക്കും ഇവിടെ സ്ത്രീ അടിമത്തത്തിന് പ്രാധാന്യം അവരെ കണ്ടുപിടിക്കുന്ന ഒരു ജനത. അപ്പോൾ അവരെ അനുകരിക്കുന്ന ഒരു ജനതയായിട്ട് മാറ്റപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് സ്ത്രീക്ക് രണ്ടാം തരം ആയി മാറേണ്ട ഒരു ഗതികേടിലേക്ക് വന്നത്. പക്ഷെ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് DHR ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെറു കുട്ടികളിൽ നിന്ന് പോലും തുടങ്ങുന്നു. ഇപ്പോൾ കുട്ടികളിൽ നിന്ന് തന്നെയാണ് സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തത ഉണ്ടായെങ്കിൽ നമ്മൾ ഓരോ കുടുംബങ്ങളിലുമുള്ള മാതാപിതാക്കൾക്ക് ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ആ കുട്ടികളെ അവരുടെ കഴിവിലും അറിവിലുമാക്കി മാറ്റുന്നു. അവിടെ സ്ത്രീക്ക് കഴിവുണ്ടെങ്കിൽ പെൺകുട്ടിക്കാണ് കഴിവുണ്ടെങ്കിൽ അവൾ നയിക്കട്ടെ, ആൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ആ ആൺകുട്ടി നയിക്കട്ടെ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, മറിച്ച് തുല്യതയോടുകൂടിയ ഒരു സമൂഹമായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ തുല്യതയെ ദലിത് പെണ്ണെഴുത്തുകാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം പെണ്ണെഴുത്താണെങ്കിലും ഇപ്പം പുരുഷൻ്റെ എഴുത്താണെങ്കിൽ പോലും അത് സമൂഹം അതിനെ സ്വീകരിക്കുന്ന തരത്തിലാണ്, അല്ല സമൂഹത്തിൽ അതിനെ അറിയിക്കുന്ന തരത്തിലാണ്. ഇപ്പോൾ പെണ്ണെഴുത്തെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ മാറ്റി നിർത്തുന്നു, സ്ത്രീകളെ രണ്ടാം തരത്തിലേക്ക് മാറ്റപ്പെടുന്നത്. ഇതിപ്പോൾ ഈ ഫെമിനിസം പറയുന്ന അതും ഇതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഫെമിനിസ്റ്റുകളെ സൃഷ്ടിച്ചുകൊണ്ട് അവരൊരു മേധാവികളായിട്ട് മാറ്റപ്പെടുന്നു. അതെ, പെണ്ണെഴുത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ അങ്ങനെ അവര് ഏറ്റവും പറഞ്ഞു ഇപ്പൊ പറയുന്നവരുണ്ട് ആണുങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റുമോ, ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തിരിച്ച് നമുക്കും ചോദിക്കാൻ പറ്റും, സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് പ്രസവിക്കാൻ പറ്റുമോ, നമുക്കും തിരിച്ച് ചോദിക്കാം. ഫെമിനിസവും വ്യത്യസ്തമാണ്. സ്ത്രീകൾക്കിടയിൽ ദലിതിനും രണ്ടാം തരത്തിൽ മാത്രമേ പിന്നെ ഇപ്പോൾ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ചെങ്ങറയിൽ നടന്നതും DHR നടന്നതും സ്റ്റേറ്റ് സ്ത്രീകൾക്കെതിരെ ദളിത് സ്ത്രീകൾക്ക് നടന്നൊരു അക്രമത്തെക്കുറിച്ച് പറയാം. ഇപ്പോൾ ചെങ്ങറയിൽ തന്നെ പണിക്ക് പോയിട്ട് വരുമ്പോൾ വഴി തടഞ്ഞു നിർത്തുകയും ഇല്ല, അവിടെ നോക്കുന്നുണ്ട് പീഡനം തുല്യമാണ്. ഇപ്പൊ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ പറ്റും, അതുകൊണ്ട് സ്ത്രീകളെ മാത്രമേ ബലാത്സംഗം ചെയ്യാൻ പറ്റൂ, പുരുഷനെ ഒരിക്കലും ബലാത്സംഗം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലുക എന്ന രീതിയാണ് അവിടെ ശ്രമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പിടിച്ചു കെട്ടി മോഷണ കുറ്റം ചുമത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള മാവോയിസ്റ്റ് കുറ്റം ചുമത്തിക്കൊണ്ടോ അവരെ പോലീസ് സ്റ്റേഷൻ അല്ലെ ജയിലിൽ അടക്കുകയും അല്ലെ ക്രൂരമായിട്ട് അവരെ പീഡിപ്പിക്കുകയും ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. സ്ത്രീകളായതും കൊണ്ട് അവരെ ബലാത്സംഗം, സ്ത്രീകൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ബലാത്സംഗം വ്യാപകമുണ്ട്. പുരുഷന്മാരെ പിടിച്ച് ആർക്കും പുരുഷന്മാർക്ക് ബലാത്സംഗം ചെയ്യാൻ
പറ്റത്തില്ല. അപ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുന്ന പീഡനം അതായതുകൊണ്ട് അത് ആ ഒരു രീതിയിലേക്ക് അന്നത്തെ ഭരണകൂടം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ മുത്തങ്ങ സമരം തുടങ്ങുന്നതും ചെങ്ങറയൊക്കെ ഏകദേശം കേരളത്തിൻ്റെ പറയപ്പെടുന്ന ദേശീയാഘോഷമായ ഓണത്തിൻ്റെ ആ സമയത്താണ്. അപ്പം DHRM എങ്ങനെയാണ് ഓണത്തെ നോക്കിക്കാണുന്നത്? DHRM ഇന്ന് ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ജനസമൂഹവും ദേശീയ ഉത്സവമായിട്ടാണ് ദേശീയ ഉത്സവമായിട്ട് തിരുവോണത്തെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദളിതർ തലമുറ നോക്കുമ്പോഴും ഇന്ന് ഓണത്തെ സ്വീകരിക്കുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ചെയ്യുന്നത് DHRM ചെയ്യുന്നത് ഓണത്തെ നിരാകരിക്കുന്നു എന്നുള്ളതാണ്. അത് വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി നിരാകരിക്കുന്നതല്ല, മറിച്ച് ചരിത്രത്തിൻ്റെ വ്യക്തമായിട്ടുള്ള പഠനത്തിൽ നിന്നുകൊണ്ടാണ് DHRM ഓണത്തെ ദ്വേഷിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടെ വാമന ജയന്തിയായിട്ടുള്ള തിരുവോണത്തെയാണ് ദേശീയ ഉത്സവമായിട്ട് അന്നേ ദിവസം കൊണ്ടാടുന്നതെങ്കിൽ ദളിതൻ്റെ പൂർവികനായിട്ടുള്ള പള്ളിബാണ പെരുമാൾ എന്ന് പറയുന്ന ചക്രവർത്തിയെ വധിച്ച ഒരു മഹാബലി നടന്ന ദിവസമാണ് അന്നേ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദുഃഖ ആചരണമാണ്. അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആഹാരം കഴിക്കാതെ വൈകുന്നേരം ലഘുവായിട്ടുള്ള കഞ്ഞി മാത്രം കുടിച്ചുകൊണ്ട് അന്നത്തെ ഒരു ദിവസം ആ ഒരു പൂർവികൻ്റെ മരണദിനത്തെ അനുസ്മരിക്കുന്ന ഒരു ദിനമായിട്ട് മാത്രമായിട്ട് ഓണത്തെ ഞങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇവിടെ നമുക്കറിയാം ദേശീയ സർവ്വമതം പറയുന്നതാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ സർവ്വമതം പറയുമ്പോൾ ദേശീയ ഉത്സവമായിട്ട് ഹിന്ദുവിൻ്റെ ഒരു ഉത്സവത്തെയാണ് ഏറ്റവും സമൂഹത്തിന് മുമ്പിൽ ലോകത്തിന് മുമ്പിൽ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളുടെ ദേശീയ ഉത്സവമായിട്ട് അവരുടെ ആഘോഷ ദിനങ്ങളെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിസ്മസ് തന്നെ നമുക്ക് ദേശീയ ഉത്സവമാക്കി മാറ്റാൻ പറ്റും. അത്തരത്തിൽ നോക്കുമ്പോൾ 3 വർഷത്തിൽ ഒരിക്കൽ ഓരോ മതത്തിനും പ്രാധാന്യം കൊടുക്കത്തക്ക രീതിയിൽ ഇവിടെ ആയി മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ DHRM തികച്ചും ആ ഒരു ചരിത്രം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അറിയിക്കുകയും അതോടൊപ്പം തന്നെ അത് ജനങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് DHRM ഓണത്തെ കൃത്യമായിട്ട് നിരോധിച്ചുകൊണ്ട് ആ ഒരു അനുസ്മരണ ദിനമായിട്ട് ആചരിക്കുന്നു. അതുകൊണ്ടെന്ന് പറയും ഞങ്ങൾ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലും ഹൈദരാബാദിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ സംഘടിപ്പിച്ച ബീഫ് ഫെസ്റ്റിവലിനെ കുറിച്ച് DHRMനൊരു ക്രിട്ടിക്കലായിട്ടുള്ള നിലപാടാണല്ലോ. ആ ക്രിറ്റിസിസം എന്താണ്, പിന്നെ ബീഫിനോടുള്ള നിലപാട് എന്താണ്, അത് ബീഫ് പണ്ട് മുതലേ തൊട്ടുകൂടായ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ഇതിനെതിരെയുള്ളൊരു കലാപം എന്ന രീതിയിലാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ ഓർഗനൈസേഷൻ അതിനോട് എന്തോ ഒരു ക്രിട്ടിക്കൽ നിലപാട് അതെന്താണ്? ഇപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തണം എന്ന് വിചാരിക്കുക, അപ്പോൾ അതിനെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇവിടെ പശുവിനെ കൊല്ലുന്നവരെ കൊല്ലും എന്ന രീതിയിലാണ് പല സംസ്ഥാനങ്ങളും നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വ്യക്തമായ കാരണമെന്ന് പറയുന്നത് ഇവിടെ ഗോമാതാവായിട്ട് ഇവിടെ ഈ രാജ്യത്ത് പശുവിനെ അംഗീകരിക്കപ്പെടണം എന്നുള്ള തരത്തിലേക്കാണ്. പക്ഷേ ഇവിടെ പശുവിറച്ചി എന്ന് പറയുന്നത് ഒരു ഭക്ഷണ പദാർത്ഥമാണ്. വിശപ്പടക്കാൻ വേണ്ടിയുള്ള ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് നമുക്ക് പശുവിനെ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ദളിതരുടെ പൂർവികരുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റുന്നത് ഒരു പശുവിറച്ചി അല്ലെങ്കിൽ ബീഫ് നിരന്തരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു പൂർവിക പാരമ്പര്യം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ദളിതരുടെ പൂർവികർ ആചരിച്ചിരുന്ന ബുദ്ധ സംസ്കാരത്തിൽ ബീഫ് ആത്മീയതയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടും അത് ആചാരത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ജനസമൂഹവും ഇവിടെ ബീഫ് നിരന്തരമായിട്ട് അവർ ഭക്ഷണത്തിൽ ആഹാരമാക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇവിടെ ജനാധിപത്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ബീഫ് കഴിക്കാൻ പാടില്ല. അത് ഇവിടെ ഇന്ത്യയിൽ നമുക്കറിയാം 4 അംഗങ്ങളെ എടുത്താൽ അതിൽ ഒരാളെന്ന് പറയുന്നത് ദളിതനാണ്. അപ്പോൾ ഭൂരിപക്ഷം വരുന്ന ആ ഒരു ദളിത് സമൂഹത്തിൻ്റെ ആത്മീയതയാണ് ഇവിടെ തകർക്കപ്പെടുന്നത്. കാരണം അവർ ആചാരത്തെ നിരാകരിക്കുന്ന തരത്തിലുള്ള ഇവിടെ ബ്രാഹ്മണിസത്തിൻ്റെ ആ ഒരു ബ്രാഹ്മണിസത്തിൻ്റെ ആധികാരികതയിലൂടെ ഇവിടെ ദളിതൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നുപോലും അതിന് അവകാശമില്ല എന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു ബീഫ് ഫെസ്റ്റിവൽ നടത്തി അല്ലെ സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിക്കുക എന്നുള്ളതല്ല, മറിച്ച് അതിനെ ഒരു ആത്മീയതയാക്കി മാറ്റിക്കൊണ്ട് ആചാരമാക്കി മാറ്റിക്കൊണ്ട് ആ ഒരു പൂർവിക സംസ്കാരത്തിലേക്ക് തിരിച്ചുകൊണ്ട് ആത്മീയയിൽ നിന്നുകൊണ്ട് തിരിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ അയ്യങ്കാളി അനുസ്മരണത്തിലുണ്ടായ പിന്നെ തെരുവിൽ ഫോട്ടോ വെച്ചപ്പോൾ ഉണ്ടായ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ, അതേപോലെ ശോഭയാത്ര നടക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങളാണ്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എല്ലാ മതങ്ങൾക്കും അവരുടെ ആഘോഷങ്ങളും അവരുടെ ആചാരങ്ങളും
കൃത്യമായിട്ട് നിർവഹിക്കാൻ കൊണ്ടുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചരിത്ര പുരുഷന്മാരും സാംസ്കാരിക നായകന്മാരും പരിഷ്കർത്താക്കളെയൊക്കെ തന്നെ അവരുടെ അനുസ്മരണങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ ജന്മദിനങ്ങളും ആഘോഷിക്കുന്ന ഒരു നാടാണ്. ഇവിടെ അയ്യങ്കാളി യജമാനൻ്റെ ജന്മദിനം പലരും പല ഇതിൽ ആഘോഷിക്കുന്നു, നാളിൻ്റെ അടിസ്ഥാനത്തിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ DHRM ചെയ്യുന്നത് കൃത്യമായിട്ടും ആഗസ്റ്റ് 28-നാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ അന്നേ ദിനത്തിൽ തന്നെയാണ് അയ്യങ്കാളി യജമാനൻ്റെ ജന്മദിനം DHRM ആഘോഷിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തത് പൊതു സ്ഥലങ്ങളിൽ ജംഗ്ഷനുകളിൽ അയ്യങ്കാളി യജമാൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അവിടെ ബുദ്ധിസ്റ്റ് ആചാരമായിട്ടുള്ള ദമ്മദീപം തെളിയിച്ചുകൊണ്ടാണ് അവിടെ നമ്മുടെ ആ മേഖലയിലുള്ള പ്രവർത്തകരാണ് അന്നത്തെ ദിവസം അവിടെ ആഘോഷിക്കുന്നത്. പക്ഷേ ആ ഒരു ദിവസം തന്നെയാണ് ഈ ഒരു വർഷം ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയും നടക്കുന്നത് ഈ ഒരു ദിവസം തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം ഈ ശോഭായാത്ര പോലുള്ള ഇവിടെ ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ പൂർണ്ണമാക്കി വിജയിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ദളിതരാണ്. കാരണം ആ യാത്ര സഞ്ചരിക്കുമ്പോൾ തന്നെ അറിയാം ഇരുകരകളിലും നിൽക്കുന്നവർ ഏറ്റവും കൂടുതൽ ദളിതരായിട്ടുള്ളവരാണ്. അതിൽ പങ്കാളികളാവുന്നവരുണ്ട്, അതിനെ കൈയടിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് ഇരുകരകളിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അവരാണ് അതിൽ നിന്നും മാറിക്കൊണ്ട് ഈ ഒരു തരത്തിലേക്ക് മാറ്റപ്പെട്ടത്. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവരുടെ ആ മതത്തിനെ വ്രണപ്പെടുത്തുന്നു എന്നൊരു രീതിയാണ് അവിടെ അവർക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് ഇത് നടത്താൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നേ ദിവസം നിങ്ങൾക്കിത് നടത്താൻ പറ്റത്തില്ല. അത് ഞങ്ങളിൽ പങ്കാളിയാണ്, ഞങ്ങളുടെ ഇതിൽ ഈ ശോഭായാത്രയിൽ നിങ്ങൾ പങ്കാളികളാകണം എന്നൊരു രീതിയാണ് അവിടെ ഉണ്ടായത്. പക്ഷേ അത് ആ ഒരു പ്രകടമാക്കിയാണ് ചെയ്തത്. കാരണം അയ്യൻകാളി യജമാനൻ്റെ ഫോട്ടോയും ദമ്മവിളക്കും എടുത്ത് റോഡിൻ്റെ നടുക്ക് വയ്ക്കുന്ന ഒരു രീതി, അതിനെ പറ്റില്ല എന്ന് പറയുന്ന പ്രവർത്തകർക്ക് നേരെ ക്രൂരമായിട്ടുള്ള പീഡനം, കാരണം പരസ്പരം ആക്രമിക്കുന്ന രീതിയിലേക്ക് പോലും വന്നു. അങ്ങനെ 3 പേരോളം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട ഒരു അവസ്ഥ വരെ വന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനെ നമ്മൾ നിയമപരമായിട്ട് നേടാൻ പോലീസിനെ വിളിച്ചോണ്ടേ ആ ഒരു SI പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇവിടെ ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ PWൻ്റെ അനുമതി വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇവിടെ പോലീസുകാർ പോലും ഇവിടെ സവർണർക്ക് അതല്ലെങ്കിൽ ഹിന്ദുത്വത്തിന് വളമാക്കി കൊടുക്കുന്ന ഒരു രീതി, ദളിതർക്ക് അവരുടെ അവകാശത്തെ അവരുടെ പരിഷ്കർത്താക്കളെ അനുസ്മരിക്കാൻ പോലും അവകാശമില്ലാത്തൊരു തരത്തിലേക്ക് ആക്കി മാറ്റി എന്നുള്ളതാണ്. ഇതിപ്പം വ്യാപകമായിട്ട് തന്നെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാനെ കൊണ്ട് മറ്റുള്ളവർ ശ്രമിച്ചിട്ടുണ്ട്. இப்போ மீடியா உங்களுக்கு எப்படி ചേച്ചി ரெஸ்பாண்ட் பண்ணிச்சு இந்த இஷ்யூக்கு? പത്രങ്ങളിലോ തേജസ് മാത്രമേ தேஜஸ் நல்லா பண்ணிச்சு. ഞാൻ ഫേസ്ബുക്കിൽ ലെറ്റർ കൊടുത്തു. ഓ അങ്ങനെയാണ് ഫ്രണ്ട്സ്. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ബുദ്ധ മത സംസ്കാരമാണ്. ഇന്ന് ലോകരാജ്യങ്ങൾ നോക്കുമ്പോൾ 64 രാജ്യങ്ങളിലോളം ബുദ്ധമത സംസ്കാരം നിലനിൽക്കുന്നു എന്നതാണ്. പക്ഷേ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അതാത് രാജ്യത്തെ സംസ്കാരത്തിൽ ബുദ്ധൻ്റെ ഫിലോസഫി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്ത്യയിൽ അതല്ല. ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്നത് ബുദ്ധൻ്റെ സംസ്കാരം നമ്മുടെ ജീവിതചര്യയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഒരു സൈന്ധവ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഒരു ബുദ്ധ സംസ്കാരം ഉണ്ടാകുന്നത്. ഈ ബുദ്ധ സംസ്കാരത്തെയാണ് ജനാധിപത്യത്തിൽ ബാബാ സാഹേബ് അംബേദ്കർ ഒരു നിയമമാക്കി ചിട്ടപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ DHRM ചെയ്യുന്നത് ആ നിയമത്തെ ജീവചര്യ ആക്കി മാറ്റി സമൂഹത്തിൽ ദിനചര്യയാക്കി മാറ്റിക്കൊണ്ട് സമൂഹത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ ഇപ്പോൾ നമുക്കറിയാം ലോകരാജ്യങ്ങളിൽ 64 രാജ്യങ്ങളിൽ ബുദ്ധ സംസ്കാരമാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഈ സംസ്കാരം ബുദ്ധമത സംസ്കാരം എന്ന് പറയുന്നത് അതാത് രാജ്യങ്ങളിലുള്ള സംസ്കാരങ്ങളിലേക്ക് ബുദ്ധൻ്റെ ഫിലോസഫിയെ കടമെടുക്കുകയാണ് ചെയ്തത്, അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് DHRM ചെയ്യുന്നത് ആ യഥാർത്ഥ ബുദ്ധ സംസ്കാര പാരമ്പര്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് DHRM ഇതിലൂടെ ചെയ്യുന്നത്. കൃത്യമായിട്ടും ആ ഒരു സൈന്ധവ സംസ്കാര പാരമ്പര്യത്തെ തിരിച്ചു ഇന്ത്യൻ സംസ്കാരമാക്കി യഥാർത്ഥ ഇന്ത്യൻ സംസ്കാരത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് DHRM. ഇവിടെ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗസിദ്ധാന്തം പറയുന്നതാണ്, ഇവിടെ സോഷ്യലിസം പറയുന്നതാണ്. ഇപ്പോൾ ജാതിരഹിത ഒരു സമൂഹമാണ് കേരളം എന്ന് പറയുമ്പോഴും ഇവിടെ ആ ഒരു തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും മുൻപന്തി നിന്നിട്ടുള്ള ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഇവിടെ EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരിക്കലും ആ ജാതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വിട്ടുപോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്.
പക്ഷേ ഇവിടെ പൊതുസമൂഹത്തിന് മുമ്പിൽ ജാതി രഹിതമാണെന്ന് പറയുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങൾ ഈ സമയത്തും ദളിത് പീഡനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ താഴ്ന്ന ജാതിക്കാരനാണെന്നുണ്ടെങ്കിൽ അവന് ഒരു ജോലി സ്ഥലങ്ങളിൽ പോലും നമുക്ക് ചെന്നാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു ജോലി സ്ഥലങ്ങളിൽ പോലും ചെല്ലുമ്പോൾ അവിടെ ഒരു രണ്ടാം തരത്തിൽ മാത്രമായിട്ട് നിലനിൽക്കുന്നു. എവിടെ നോക്കിയെന്ന് പറഞ്ഞാൽ ജാതീയ പീഡനം നോക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ അധികാരിയുടെ ഭാഗത്താണെങ്കിലും സാമൂഹ്യ അധികാരികൾ നിലനിൽക്കുന്ന ഭാഗത്താണെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്താണെങ്കിലും കൂലിപ്പണി ചെയ്യുന്ന സമൂഹത്തിൻ്റെ ഇടയിലും വിദ്യാർത്ഥികൾക്കിടയിലും വ്യാപകമായിട്ട് ജാതിപ്പേര് മുഖാന്തരം ആത്മഹത്യ ചെയ്യുന്ന ഒരു സമൂഹത്തെ കാണാൻ പറ്റുന്നു. അപ്പോൾ ആ ജാതിയുടെ അഭിമാന ബോധം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് വരെ ദളിത് സമൂഹത്തിനിടയിലേക്ക് കൃത്യമായിട്ടുള്ളൊരു പഠനം കൊടുക്കുന്നത് ഇതുവരെ വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ സാംസ്കാരിക സംഘടനകൾക്കോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നും DHRM ചെയ്യുന്നത് ജാതിക്കതീതമായിക്കൊണ്ട് ജാതിയെ നിരാകരിച്ചുകൊണ്ട് ഒരു സമൂഹമായി അല്ലെങ്കിൽ ഒരു വംശമായിട്ട് ദളിത് സമൂഹത്തെ മാറ്റി എടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നൂറുകണക്കിന് കുടുംബങ്ങളെ നൂറുകണക്കിന് കുട്ടികളെ ജാതി രഹിതമാക്കി കഴിഞ്ഞു. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ഉപജാതിക്ക് അതീതമായിട്ടുള്ള വൈവാഹിക ക്രമങ്ങളിലൂടെയാണ് അടുത്ത തലമുറയെ ജാതിരഹിതമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ജാതിരഹിത സമൂഹത്തെയാണ് ഇന്ന് ഈ രാജ്യത്ത് നമുക്ക് കൊണ്ടുവരേണ്ടത്.